നമ്മുടെ തീം എന്തായിരുന്നു? ഉണർവ്, റിവൈവ്. ഓക്കെ, റിവൈവുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് ഉണർവ് എന്നുള്ളതിന് ആർക്കെങ്കിലും ഒരു ചെറിയ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ മൊത്തം കൂടെ ചേർത്ത് എന്താ ഉണർവ്? വാട്ട് ഈസ് റിവൈവൽ? എനിവൺ എന്താ ഉണർവ്? പറഞ്ഞു, കുഞ്ഞുങ്ങൾ പറ, കേട്ടിരുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞു പറ. എന്താ ഉണർവ്? പറ. ചേഞ്ചിങ് യുവർ ഹാർട്ട്. ഓക്കെ. അവൻ ഇവിടെ ഇരുന്നെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നെങ്കിലും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അവിടെ നമ്മളാരും കേട്ടത് ഇതേ കൂടെ പോയി. ആർക്ക്? യെസ്, അതാണ് മൊത്തത്തിൽ ഉണർവിൻ്റെ ഒരു, അതായത് നമ്മൾ അതിന് പ്രധാനമായും 2-3 കാര്യങ്ങൾ പറഞ്ഞു. റിട്ടേൺ ടു നോർമൽ, സാധാരണയിലേക്ക് നമ്മൾ മടങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നോ ദൈവസഭ, ആ അനുഭവത്തിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരിക. രണ്ടാമത് ചിന്തിച്ചത് റിക്കവർ വിച്ച് വാസ് ലോസ്റ്റ്, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, ആ നഷ്ടപ്പെട്ടതിനെ റിക്കവർ ചെയ്യുക. മൂന്നാമത് ചിന്തിച്ചു റിപ്പയർ വിച്ച് വാസ് ബ്രോക്കൺ, എന്തൊക്കെയോ തകർന്നിട്ടുണ്ട്, ആ തകർന്നതിനെ റിപ്പയർ ചെയ്യുക. നാലാമതായി ചിന്തിച്ചത് റിസ്റ്റോർ വിച്ച് വാസ് ടേക്കൺ എവേ, നമ്മളിൽ നിന്ന് പിശാച് എടുത്തു കളഞ്ഞ, ഇവിടെ ഉണ്ടല്ലോ, പ്രൈസ് ഗോഡ്, എടുത്തു കളഞ്ഞതിനെ എന്ത് ചെയ്യണം? നമ്മൾ മടക്കിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ ഒരു ഉണർവുണ്ടാകും. ആമേൻ, സ്തോത്രം. ഓക്കെ, വളരെ അപ്പം ഈ 4 കാര്യങ്ങളാണ് ഉണർവിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി. അതിനുശേഷം നമ്മൾ ചിന്തിച്ചത് there are 2 types of revival. ഏതൊക്കെയാ? പേഴ്സണൽ റിവൈവൽ ആൻഡ് കോർപ്പറേറ്റ് റിവൈവൽ. ഓക്കെ, ഇതിനകത്ത് ഒന്നാമത് പേഴ്സണൽ റിവൈവലിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. ഇന്ന് അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. സ്തോത്രം. എല്ലാവരും വളരെ ശ്രദ്ധയോടെ നമ്മളായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ എപ്രകാരമാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ഉണർവുണ്ടാകാൻ കഴിയുന്നത് എന്നതാണ് പാരമ്പര്യത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏതൊരു ഉണർവിൻ്റെയും പിന്നിൽ ഉണർത്തപ്പെട്ടൊരു വ്യക്തിയുണ്ട്. ഞാനതിലേക്ക് വരാം. ഏതൊരു ഉണർവിൻ്റെയും പിന്നിൽ ഉണർത്തപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അവർക്ക് പേഴ്സണൽ റിവൈവൽ, അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ആ വിഷയങ്ങൾ ഞാൻ ചിന്തിക്കുന്നില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയിൽ, എന്നാൽ നമ്മൾ ഓരോരുത്തരും ഒരു ഉണർവുണ്ടാകണമെങ്കിൽ ആവശ്യമായിരിക്കുന്ന ചില ഘടകങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഉണർവിന് അനിവാര്യമായിരിക്കുന്ന ഘടകങ്ങൾ, എങ്ങനെ നമുക്ക് ഉണർത്തപ്പെടാൻ കഴിയും, ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് അല്പമായി ചിന്തിക്കുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് ഇതില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഒരു സ്പിരിച്വൽ ചെക്കപ്പാണ്. സ്പിരിച്വൽ ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു സെൽഫ് എക്സാമിനേഷൻ. സ്തോത്രം. ഇതില്ലാതെ ഒരു ഉണർവുണ്ടാകത്തില്ല. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പേഴ്സണൽ റിവൈവൽ, വ്യക്തിപരമായ ഉണർവ്. ഞാൻ ആത്മീക തലത്തിൽ എനിക്കൊന്ന് ഉണരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മീക തലത്തിൽ എന്നെ കർത്താവ് ഒരു ഉണർവിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഒന്നാമത് ചെയ്യേണ്ടത് ഞാൻ എന്നെ തന്നെ കാണുക എന്നുള്ളതാണ്. മനസ്സിലായോ? സെൽഫ് എക്സാമിനേഷൻ അതാണ് ഒന്നാമത് അനിവാര്യമായിരിക്കുന്ന കാര്യം. കാരണം അത് തന്നെയാണ് കർത്താവായ അപ്പോസ്തലനായ പൗലോസും കർത്താവായ യേശുക്രിസ്തുവും ആവശ്യപ്പെടുന്നത്. സ്തോത്രം. സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എവിടെയെന്നറിയാമോ? 2 കൊരിന്ത്യർക്ക് ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വന്ന് 2 കൊരിന്ത്യർ 13-ന്റെ 5. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. മതി. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. സോ പേഴ്സണൽ റിവൈവലിന് ആവശ്യമായിരിക്കുന്ന the first thing is self examination. ഓക്കെ, നമ്മൾ സ്വന്തമായി നമ്മെ തന്നെ എന്ത് ചെയ്യണം?
പരിശോധിക്കണം. ഓക്കെ, നമ്മളറിയാം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു എക്സാമിനേഷൻ നടക്കണം. നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖമുണ്ടെന്നിരിക്കട്ടെ, ഡോക്ടർമാർ പുറമേ ഉള്ള കുറേ ചെക്കപ്പൊക്കെ ചെയ്യും. പുറമേയുള്ള ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ബ്ലഡ് വർക്കൊക്കെ ചെയ്യും. പക്ഷേ എങ്കിലും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില വസ്തുതകൾ കാണും. ഓക്കെ, അതിനവരെന്തോ ചെയ്യുന്നേ? ഒരു MRI സ്കാൻ ചെയ്യും അല്ലേ? അപ്പോൾ ഈ MRI സ്കാൻ എന്തിനാ ചെയ്യുന്നേ? എന്തിനാ പറഞ്ഞോ, ഓർക്കൊന്ന് പറ. കാണാൻ പറ്റാത്തത് അല്ലെങ്കിൽ പുറമേ നമുക്ക് ശരീരത്തിനകത്തുള്ള കേടുപാടുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലേ? അതിനു വേണ്ടിയാ ഒരു MRI സ്കാൻ നടത്തുന്നത്. ദ സെയിം വേ ദ സ്പിരിച്വൽ തലത്തിൽ നമ്മളൊരു MRI സ്കാൻ നടത്തണം. കാരണം എന്തിനാണെന്നറിയാമോ? എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പരാജയങ്ങളുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യമാണ് അല്ലേ? സ്തോത്രം. അപ്പോൾ ആത്മാവിനെ പ്രാപിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, അന്യഭാഷ പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഉണർവിലേക്കൊന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്, ആത്മീക തലത്തിൽ എനിക്കൊന്ന് മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്നലെ പ്രാർത്ഥിച്ചതിനേക്കാളും അല്പം കൂടെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്നലെ ആരാധിച്ചതിനേക്കാളും ഒത്തിരി കൂടെ ഒന്ന് ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്നലെ ജീവിച്ചതിനേക്കാളും ഒന്നുകൂടെ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു സെൽഫ് എക്സാമിനേഷൻ നടക്കാത്തത് കൊണ്ടാണ്. ഒരു സെൽഫ് എക്സാമിനേഷൻ നടന്നാൽ, സ്തോത്രം, ഇവിടെ പൗലോസ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, സ്തോത്രം, ഹല്ലേലൂയ, എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ശ്രദ്ധിച്ച, എന്തുകൊണ്ടാണ് പൗലോസ് ഇത് ആവശ്യപ്പെടുന്നത്? ആരോടാ ഇത് പറയുന്നത്? കൊരിന്ത്യ സഭയോടാ പറയുന്നത് അല്ലേ? കൊരിന്ത്യ സഭയോട് പറയാം. അപ്പോൾ ഇവിടെ പുറമേ ഉള്ളവരോടല്ല പൗലോസ് പറയുന്നത്, ഇൻസൈഡ് ദ ചർച്ച്, ചർച്ചിനകത്തുള്ളവരോടാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന്. അപ്പൊ ഇതിനകത്തുള്ളവർ വിശ്വാസികളല്ലേ? ചോദ്യമല്ലേ? സഭയോട് ദൈവം പറയാ, കർത്താവ് പൗലോസ് സ്ഥാപിക്കപ്പെട്ട കൊരിന്ത്യ സഭയോട് പറയാ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ, നിങ്ങളെ പരീക്ഷിപ്പീൻ. അപ്പൊ അവർ വിശ്വാസികളല്ലേ? അവർ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ ഒരു സെൽഫ് എക്സാമിനേഷൻ, എന്നിട്ട് പറയാം നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് ശോധന ചെയ്യണം. എന്തുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യ സഭയോട് അങ്ങനെ പറയാൻ കാരണമായിരുന്നത്? ആ സഭയ്ക്കകത്ത് ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. ഏറ്റവും കൂടുതൽ വിഷയം ഹാൻഡിൽ ചെയ്ത, അല്ലെങ്കിൽ വിഷയത്തിൽ കൂടെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയ സഭയാ കൊരിന്ത്യ സഭ. കൊരിന്ത്യ സഭയ്ക്ക് ഇല്ലാത്തൊരു പ്രശ്നവുമില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും 1-ാം അധ്യായം മുതൽ നമ്മൾ ചിന്തിച്ചാൽ ആ കൊരിന്ത്യ സഭയുടെ പ്രശ്നം എന്താണെന്ന് അറിയാം. 1-ാം അധ്യായത്തിൽ ടോക്കിംഗ് അബൌട്ട് ദ ഡിവിഷൻ ഇൻ ദ ചർച്ച്, സഭയ്ക്കകത്തുള്ള വിഭജനം, പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, യേശുവിന്റെ പക്ഷം, പക്ഷമുള്ള പക്ഷം, ചുരുക്കി പറഞ്ഞ പക്ഷം മാത്രം. അപ്പോൾ 1-ാമത്തെ വിഷയം ഡിവിഷൻ. 2-ാമത്തെ വിഷയം 5-ാം അധ്യായത്തിൽ ദ ഇമ്മോറാലിറ്റി ഇൻസൈഡ് ദ ചർച്ച്, സെക്ഷൽ ഇമ്മോറാലിറ്റി ഇൻസൈഡ് ദ ചർച്ച്. സഭയ്ക്കകത്ത് എന്തുണ്ട്? ഈ കാര്യം ഉണ്ടെന്ന്. സഭയ്ക്കകത്ത്, പുറത്തുള്ളവരോടല്ല പൗലോസ് ഇത് പറയുന്നത്, സഭയ്ക്കകത്ത്. 3-ാമത്തെ വിഷയം 6-ാം അധ്യായത്തിൽ ലോസൂട്ട്സ് എമോങ് ദ ബിലീവേഴ്സ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുടതി പോവുക, കുറ്റം പറഞ്ഞിട്ട്. ഒരുത്തൻ്റെ പേരെ കുറ്റം പറഞ്ഞിട്ട് അവനെ കോടതി കയറ്റും, അടുത്തവനെ കുറ്റം പറഞ്ഞിട്ട് അടുത്ത ന്യായവസ്ഥാനത്ത് കൊണ്ടുപോകും. ചുരുക്കി പറഞ്ഞാൽ ദ ബിലീവേഴ്സ്, ദ ലോസൂട്ട്സ് എമോങ് ദ ബിലീവേഴ്സ്, വിശ്വാസികളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിണക്കം. 7-ാം അധ്യായത്തിൽ ദ ഇഷ്യൂ റിലേറ്റഡ് വിത്ത് മാരേജ് ആൻഡ് സിംഗിൾനെസ്, വിവാഹത്തോടും ഉള്ള ബന്ധത്തിലുള്ള പ്രശ്നം. 8-ാം അധ്യായത്തിൽ the food offered to the idols. ഇതെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. ഓക്കെ, ദെൻ 11-ാം അധ്യായത്തിൽ ഇഷ്യൂ റിലേറ്റഡ് വിത്ത് ഹെഡ് കവറിങ്, നമ്മുടെ മൂടുപടം എന്നുള്ള വിഷയം. ഇതൊന്നും ഇന്നലെ തുടങ്ങിയ വിഷയങ്ങളൊന്നും അല്ല. 11-ാം അധ്യായത്തിൽ വീണ്ടും അബ്യൂസിങ് ദ ലോർഡ് സപ്പർ, തിരുമേശയെ അയോഗ്യമായി കാണുന്ന ഒരു കൂട്ടര്. 12-ാം അധ്യായത്തിൽ ഇഷ്യൂ റിലേറ്റഡ് വിത്ത് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആത്മവരങ്ങളെ കുറിച്ചുള്ളതായ പ്രശ്നം.
15-ാം അധ്യായത്തിൽ ഡിനൈങ് ദാറ്റ് ഗോഡ്, ദൈവം തങ്ങളുടെ ശരീരങ്ങളെ എടുക്കപ്പെടുമോ ഇല്ലെന്നുള്ളതായ ചർച്ച. ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടി സഭ പോകുമ്പോൾ പൗലോസിന് ഇത് കണ്ണടച്ചിരിക്കാൻ കഴിയത്തില്ല. അകത്തളത്തിൽ വേദനയുണ്ട്. പൗലോസ് സഭയോട് പറയാ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊക്കെ കണ്ണടച്ച് ചിലപ്പോൾ വിട്ടിരിക്കും. പൗലോസിന് അത് പറ്റത്തില്ല. It may not be a big problem for us. നമുക്കിതൊന്നും വലിയ പ്രശ്നമല്ലായിരിക്കാം. പക്ഷെ പൗലോസിന് ഇത് വലിയ വിഷയമാണ്. സോ അതുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. എന്നിട്ട് താഴത്തെ വാക്യം വായിച്ചേ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന്. അപ്പൊ തിരിച്ചു അതിന്റെ മറ്റു വശം പറഞ്ഞേ, നിങ്ങൾ ഇതിലൊക്കെ ഉള്ളവരാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആര് നിങ്ങളിലില്ല? ആരോടാ പറയുന്നേ? സഭയിലുള്ള വിശ്വാസികളോട്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയപരിശോധന നടത്തണം. എന്നിട്ട് പറയാ, സ്തോത്രം, എന്നിട്ട് യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിച്ചേ, അപ്പോ ഇവിടെ ഒരു സെൽഫ് എക്സാമിനേഷൻ ആണ് ആവശ്യമായിരിക്കുന്നത്. പോസ്റ്റ്ബുദ്ധ സഭ ഇന്ന് പോസ്റ്റ്ബുദ്ധ സഭ മാത്രമല്ല, UK-യിലുള്ള ലോകത്തിലുള്ള ഏത് പെന്തക്കോസ്ത് സഭയും ദൈവഭയത്തിലും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു സെൽഫ് എക്സാമിനേഷൻ. ഞാൻ വിശ്വാസത്തിലാണോ? ഈ പ്രമാണം വിട്ടോ? ഈ ഉപദേശം വിട്ടോ? ഈ വിശ്വാസം എൻ്റെ അകത്തുള്ളത്തിലുണ്ടോ? ഞാൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചോ? പുറകോട്ട് പോയോ? അന്നുണ്ടായിരുന്ന പ്രാർത്ഥന, അന്നുണ്ടായിരുന്ന ജ്വലനം, അന്നുണ്ടായിരുന്ന ആരാധന. സ്വയപരിശോധന നടത്തണം, സെൽഫ് എക്സാമിനേഷൻ. ഈ വർഷത്തിൻ്റെ അവസാനം വന്നു നിൽക്കുമ്പോൾ, ബിഫോർ എൻറ്ററിങ് ദ ന്യൂ ഇയർ, എക്സാമിൻ യുവർസെൽവ്സ് വേർ വി ആർ. നമ്മുടെ പോയിന്റ് എവിടെ നിൽക്കുന്നു? നമ്മുടെ സ്പിരിച്വൽ മെഷർമെന്റ് ഒന്ന് എടുക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആത്മീക നിലവാരം എവിടെ ചെന്ന് നിൽക്കുന്നു? പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. എന്നിട്ട് പൗലോസ് തെസ്സലോനിക്കർ ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ എന്ത് ചെയ്യണം? സകലതും ശോധന ചെയ്ത്. വായിച്ചേ, 1 Thessalonians 5:22. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. മതി. സകലതും ശോധന ചെയ്ത് എന്ത് ചെയ്യണം? നല്ലത് മുറുകെ പിടിപ്പീൻ. സ്തോത്രം. ഇവിടെ പറയുക, പേഴ്സണൽ റിവൈവലിന് നല്ലത് മുറുകെ പിടിക്കണം. എപ്പോഴാണ് അത് നല്ലത് മുറുകെ പിടിക്കാൻ പറ്റുന്നേ? ശോധന ചെയ്യണം. ടെസ്റ്റ്. അത് 2 ടേം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ടെസ്റ്റ് ആൻഡ് എക്സാമിൻ. ഇത് 2 നടക്കണം. സ്തോത്രം. അപ്പോൾ നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യേണ്ടതേ? വാട്ട് വി നീഡ് ടു ടെസ്റ്റ്? ഈസ് ദർ എനി സിൻ ഇൻ മൈ ലൈഫ് ടു കൺഫസ്? ഞാൻ ഏറ്റുപറയേണ്ട എന്തെങ്കിലും പാപം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ടു റിസ്റ്റോർ? എന്തെങ്കിലും ബന്ധം ഞാൻ റിസ്റ്റോർ ചെയ്യേണ്ടതുണ്ടോ? എയ്തർ വിത്ത് ഗോഡ് ഓർ ടു ദ ബിലീവേഴ്സ്. ദൈവവുമായിട്ടോ ഒരാത്മീക ബന്ധം എവിടെ നിൽക്കുന്നു? എവിടെയെങ്കിലും തകരാറ് സംഭവിച്ചെങ്കിൽ അതിലേക്ക് മടങ്ങി വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചോദിക്കണം, ദൈവത്തോടുള്ള ഭക്തി എവിടെ? ദൈവത്തോടുള്ള ബഹുമാനം എവിടെ? ദൈവത്തോടുള്ള സ്നേഹം എവിടെ? എക്സാമിൻ യുവർസെൽവ്സ്. ദാറ്റ്സ് വാട്ട് വി വാണ്ടഡ് ദിസ് എൻഡ് ഓഫ് ദിസ് ഇയർ. ഒരാത്മീക ഉണർവിന് ആഗ്രഹമുണ്ടോ? ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റിന്, ഒരു ഉയർച്ചയ്ക്ക്, ഒരു മുന്നേറ്റത്തിന് ആഗ്രഹമുണ്ടോ? എക്സാമിൻ യുവർസെൽവ്സ്. തന്നെ ഒന്ന് പരിശോധിക്കണം. എവിടെയെങ്കിലും കർത്താവേ ഞാൻ അകന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ദൈവത്തിൻ്റെ ഭക്തിയിൽ നിന്ന്, ദൈവത്തോടുള്ള ബഹുമാനത്തിൽ നിന്ന്, എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടോ? വി മസ്റ്റ് എക്സാമിൻ യുവർസെൽവ്സ്. യു ആർ ഇൻ ഫെയ്ത്ത്. കർത്താവ് നമ്മളിൽ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? മേക്ക് ഷുവർ വി മസ്റ്റ് സ്റ്റാൻഡ്
അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ആ കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആ വാക്കും കൂടെ ചേർത്ത് വായിച്ചേ. ആ കൊരിന്ത്യയിൽ നമ്മൾ വായിച്ച 13:5 നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഞങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങളൊരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ. നിങ്ങൾ നന്മ ചെയ്യേണ്ടത്. സോ we must make sure that we must stand approved before God. ദൈവസന്നിധിയിൽ മനുഷ്യൻ്റെ അപ്രൂവൽ അല്ല. നമ്മൾ ഇനി ആരെയാ? നമ്മൾ സെൽഫ് എക്സാമിനേഷൻ നടക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാ? സെൽഫ് എക്സാമിനേഷൻ നടത്തുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാ? പറഞ്ഞോ, വചന അതോ നമ്മുടെ മനസാക്ഷിയാണോ? ഞാനത് നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളതാ. നമ്മുടെ മനസാക്ഷി അല്ല സെൽഫ് എക്സാമിനേഷൻ്റെ ക്രൈറ്റീരിയ. അതോ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ കൾച്ചറാണോ? ഹലോ, പറഞ്ഞോ. അതോ നമുക്കിവിടെ ഒരു കൾച്ചറുണ്ട്, അമേരിക്കയിൽ ചെന്നാൽ അമേരിക്കയ്ക്ക് ഒരു കൾച്ചറുണ്ട്, യൂറോപ്പിൽ ജർമ്മനി ചെന്നാൽ ജർമ്മനി ഒരു കൾച്ചറുണ്ട്. സോ വി ആർ ലിവിങ് അക്കോർഡിംഗ് ടു ദ കൾച്ചർ. ആ എക്സാമിനേഷൻ ഏതിൻ്റെ അടിസ്ഥാനം? കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണോ? അവിടെയാ സഭ പരാജയപ്പെട്ടത്. Our self-examination is not on the basis of the culture, the country which you are live. That's why the word of God, ദൈവത്തിൻ്റെ വചനം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. This is the ഇതാണ് നമ്മുടെ മാനദണ്ഡം. ഇതാണ് മാനദണ്ഡം. അപ്പോൾ സെൽഫ് എക്സാമിനേഷൻ is very important. It's not the base of the culture, it's not the base of your conscience. It should be on the base of the word of God. കാരണം എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ ചെല്ലുമ്പം നമ്മെ ന്യായം വിധിക്കുന്നത് നിന്റെ മനസാക്ഷി അനുസരിച്ചല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മെ ന്യായം വിധിക്കുന്നത് നീ ജീവിച്ച രാജ്യത്തിൻ്റെ കൾച്ചറിൻ്റെ അനുസരിച്ചല്ല. എന്നെയും നിങ്ങളെയും ന്യായം വിധിക്കുന്നത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. That's why we need to examine ourselves on the basis of the word of God, not on the basis of your conscience, not the basis of the culture which is the country you are live. സെൽഫ് എക്സാമിനേഷൻ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഒന്നാമത്തെ ഘടകമാണ് സെൽഫ് എക്സാമിനേഷൻ. സ്തോത്രം. ഉണർവിന് വേണ്ടി എത്ര പേര് ഇതിനകത്ത് ആഗ്രഹിക്കുന്നുണ്ട്? ടുഡേ എക്സാമിൻ യുവർ സെൽഫ്. ഒന്ന് പരിശോധിച്ചേ. കർത്താവേ, ആ കണ്ണൊക്കെ ഒന്ന് അടച്ച് ഒരു നിമിഷം, ഞാൻ നിർത്തുവല്ല, ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാ. ഒന്ന് പരിശോധിച്ചേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ എന്നെ തന്നെ ഒന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഉറ്റു നോക്കിയാൽ, ആ കണ്ണാടി, ആ കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ കണ്ണാടിക്കകത്തുകൂടെ കർത്താവ് എന്നെ നോക്കിയാൽ, ഞാൻ എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഞാൻ മടങ്ങി വരേണ്ടതുണ്ടോ? എവിടെയെങ്കിലും ഞാൻ ഏറ്റുപറയേണ്ടതുണ്ടോ? എക്സാമിൻ യുവർസെൽഫ് ദിസ് മോർണിംഗ്. ഗോഡ് ഈസ് ഗോയിങ് ടു യൂസ്. നിന്നെ അടുത്തൊരു ഉണർവിൻ്റെ പാർട്ടാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. എക്സാമിൻ യുവർസെൽഫ്. രണ്ടാമത്തെ കാര്യം, റിപ്പയർ വിച്ച് വാസ് ബ്രോക്കൺ. തകർന്നതിന് എന്ത് ചെയ്യുക? പണിയുക. അതാണ് നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് ആദ്യത്തെ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ അവിടെ പറയുന്നത് ഒരു മടങ്ങി വരവിനെ കുറിച്ചാണ്. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം. എക്സാമിനേഷനെ കുറിച്ച്. നമ്മുടെ നടപ്പ് നിഷ്കളങ്കതയിലാണോ? നമ്മുടെ നടപ്പ് ദൈവ വഴിയിലാണോ? ഇന്നലെ വൈകിട്ട് നമ്മുടെ ബ്രദർ ജസ്റ്റിൻ ഇംഗ്ലീഷ് സർവീസിൽ ഒരു മെസ്സേജ് കൊടുത്തു. ഹിസ് ടോപ്പിക് വാസ് വാക്ക് ഇൻ ദ ബ്ലെയിംലെസ്. ദാറ്റ് വാസ് ഹിസ് ടോപ്പിക്. എക്സലൻറ്റ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെർമൺ. എങ്ങനെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായി നടക്കാൻ പറ്റും? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് ടച്ച് ചെയ്തു. 17-ാം അധ്യായത്തിൽ ഒരു പുതിയ മണ്ഡലത്തിലേക്ക് അബ്രഹാമിനെ മാറ്റിയെടുക്കാൻ 12-ാം അധ്യായത്തിൽ വിളികെട്ടി ഇറങ്ങിയ അബ്രഹാമാ. 17-ാം അധ്യായത്തിൽ വന്നപ്പോൾ ദൈവം അവൻ്റെ പ്രോമിസിനെ റിന്യൂ ചെയ്യുക. അടുത്ത ഒരു തലത്തിലേക്ക് അബ്രഹാമിനെ മാറ്റിയെടുക്കാൻ ദൈവം ആവശ്യപ്പെട്ട 2 ഘടകങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വായിച്ചേ 17-ാം അധ്യായം. ഇന്നലെ വായിച്ച വാക്യം ജസ്റ്റിൻ പറഞ്ഞ കാര്യമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. See, that's the criteria. That's what God wants.
അബ്രഹാമിനെ ഒരു പുതിയ തലത്തിലേക്ക് മാറ്റാൻ ദൈവം ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല, ദൈവം മുമ്പാകെ നേരോടെ നടക്കുക, നിഷ്കളങ്കനായിരിക്കുക, ബ്ലെയിംലെസ്. ഇന്നലെ ആ ബ്ലെയിംലെസ്സിന് 3 പോയിന്റ് പറഞ്ഞു. ഹൗ മെനി ഓഫ് യു റിമെമ്പർ ദാറ്റ്? ഓർക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾ? എഴുതി വെച്ചിട്ടുണ്ടോ? പറഞ്ഞേ, ഉറക്കപ്പറ, എനിക്ക് കേൾക്കുന്നില്ല. പേഴ്സണാലിറ്റി അതല്ല ഞാൻ ടോക്ക് ബ്ലെയിം. ജസ്റ്റ് യു റിമെമ്പർ ദ 3 points വിത്ത് മീനിങ്. തിക് without blame, perfect, truthful, without blame. This is what God is expecting from us. Are we perfect in front of God? Are we truthful in front of God? Are you blameless? Examine yourselves. അവിടെ മുതൽ അബ്രഹാമിന്റെ തല മാറുക. See, we are talking about the revival. If you want to be part of the revival, the first thing we need to come and to find out, is there anything which is നമ്മളെ തടസ്സപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഓക്കെ, രണ്ടാമത് നമ്മൾ ചിന്തിച്ചല്ലോ, സ്തോത്രം, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം എന്തറിയോ? ചിലതൊക്കെ കണ്ടുപിടിക്കും, ചികിത്സിക്കത്തില്ല. അറിയാം, പ്രാർത്ഥന കുറവുണ്ടെന്ന് അറിയത്തില്ലേ? എന്നാൽ വീണ്ടും കർത്താവേ എൻ്റെ ജീവിതത്തിൽ നമ്മൾ എന്നും കർത്താവിൻ്റെ സന്നിധി ചെന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്തോ പ്രാർത്ഥിക്കുന്നത് എന്നും പറയും, കർത്താവേ കുറവശങ്ങൾ. ഈ കുറവശം കണ്ടുപിടിച്ചിട്ട് ക്രമീകരിച്ചിട്ടുണ്ടോ ഇത്ര പേര്? എന്നും ഇത് തന്നെ കേൾക്കുന്നത്. കർത്താവ് ഇത് കേട്ട് മടുത്തിരിക്കുക. എന്നും ചിന്തിച്ച് പറയും, കർത്താവേ എൻ്റെ കുറവശങ്ങൾ ക്ഷയിക്കണേ. നിന്റെ കുറവ് നീ കണ്ടുപിടിച്ചോ? അതിനെ ചികിത്സിച്ചോ? ഇല്ലാതെ എന്നിരുന്ന് കർത്താവിന് തന്നെ കുറവ്. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൽ ജീവിക്കുകയാണ്, കുറവുകൾ വരുന്നു പോകും. പക്ഷേ അത് കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കാതിരിക്കുന്നതാണ് പരാജയം. റിപ്പയർ ഇറ്റ്. അതിനെ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിച്ച ആ ജീവിതത്തിൽ ബോധ്യപ്പെട്ടാൽ, നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു, സെൽഫ് എക്സാമിനേഷൻ നടത്തി, യു ഫൗണ്ട് ഔട്ട് സംതിങ് റോങ് ഇൻ യുവർ ലൈഫ് വിച്ച് ഈസ് നമ്മുടെ പ്രാർത്ഥനയെ തടയുന്ന, ആത്മീയത്തെ തടയുന്ന, നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിനെ തടയുന്ന ചിലതൊക്കെ മനസ്സിലാക്കി, എന്നിട്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ? നോ. ഒരിക്കൽ ദാവീദ് ഒരു തെറ്റ് ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ ഓടിച്ചെന്ന് നാഥാൻ പ്രവാചകൻ, അവൻ രാജാവായിരിക്കുക, നാഥാൻ പ്രവാചകൻ ചെന്ന് പറഞ്ഞു അല്ലേ, അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവന് വേണമെങ്കിൽ ആദ്യം ചെയ്യാൻ പറ്റുന്ന എന്തുവാരെന്നറിയോ? അവനെ പിടിച്ച് അകത്തിടായിരുന്നു. പക്ഷേ അവൻ ദൈവത്തോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 51-ാം അധ്യായത്തേക്ക് വന്നേ, 51-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിച്ചു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്നോട് ആരാ പറയുന്നേ? രാജാവ്. അവൻ പറയാ, കർത്താവേ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. അതിന്റെ 2-ാം വാക്യം കൂടെ, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം എന്നെ. അതുകൊണ്ട് കർത്താവേ എന്നെ എന്ത് ചെയ്യണം? ഇന്ന് പകൽക്കാലം എത്ര പേര് അവന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ നന്നായി കഴുകണേ. If you find out something wrong in you, the first things you have to do, pray to Jesus. God, wash me with your blood, Lord. Forgive my sin. എൻ്റെ തെറ്റിനെ ക്ഷമിക്കണേ. അവിടെയാ ഉണർവ് ആരംഭിക്കുന്നത്. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, യഥാസ്ഥാനപ്പെടുക, മാനസാന്തരപ്പെടുക. 3-ാമത്തെ കാര്യം, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു. 3-ാമത്തെ കാര്യം, yield to the Holy Spirit. For the revival, the third things, yield to the Holy Spirit. എന്താ yield to the Holy Spirit എന്ന് പറഞ്ഞാൽ? പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. ഈ yield എന്ന് പറയുന്നതിന് 2-3 അർത്ഥമുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് സറണ്ടർ, ട്രസ്റ്റ്, ഫോളോ. yield അപ്പോൾ അല്ലെങ്കിൽ സബ്മിറ്റ് ടു ദി yield to, അല്ല, അതിൻ്റെ അർത്ഥം ഇതാണ്, സബ്മിറ്റ് ടു yield ടു അനദർ പേഴ്സൺ വിൽ ഓർ അതോറിറ്റി. മറ്റൊരു വ്യക്തിയുടെ ഇഷ്ടത്തിന്, മറ്റൊരു വ്യക്തിയുടെ അധികാരത്തിന് കീഴ്പ്പെടുക. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഒരു ഉണർവ് നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ, ഒരു മുന്നേറ്റം നീ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ, ഒരാത്മീക മണ്ഡലത്തിലെ അടുത്ത തലം നീ ആഗ്രഹിക്കുന്നെങ്കിൽ, 3-ാമത് ചെയ്യേണ്ട കാര്യമാണ് പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യണം?
ഹല്ലേലൂയ, വിധേയപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, ആ ആത്മാവിൻ്റെ നിയോഗത്തിന് വേണ്ടി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കണം, ഒന്ന് ആഗ്രഹിക്കണം. കർത്താവേ, അല്ല നിന്റെ ആത്മാവ് എൻ്റെ മേൽ പകരണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, അല്ല സ്തോത്രം, നീ പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ കുറ്റം പറയരുത്. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നിനക്ക് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് ലഭിച്ചവരെല്ലാം ഭോഷന്മാരല്ല. അന്യഭാഷ നീ പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് പറയുന്നവരെല്ലാം മണ്ടന്മാരല്ല. മനസ്സിലാക്കണം, ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്ന് പറയരുത്. Pray to God. കർത്താവേ, ഇത് സത്യമാണെങ്കിൽ എനിക്ക് നിറയ്ക്കട്ടെ, ഞാൻ പറയട്ടെ, നിന്റെ ഭാഷ എൻ്റെ മേൽ തരിക, നിന്റെ അഭിഷേകം എൻ്റെ മേൽ തരിക എന്ന് പറയാൻ ഒരു yielding and submission. If you submit in such a way, God will use you and you be a part of the revival. പരിശുദ്ധാത്മാവ് അപ്പം നമ്മളെ തന്നെ കണ്ടുണർന്ന് നാം യഥാസ്ഥാനപ്പെടുത്തിയെന്ന് ക്ലിയർ ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, ദൈവം നമ്മെ പുതിയൊരു മണ്ഡലത്തിലേക്ക് മാറ്റിയെടുക്കാനിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. പുതിയൊരു മണ്ഡലത്തിലേക്ക് കർത്താവ് മാറ്റിയെടുക്കും. Yield to the Holy Spirit എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ മസിൽ പിടിച്ചിരിക്കരുത്. ഒരിക്കലും ആത്മാവ് ലഭിക്കത്തില്ല. അതിനൊന്ന് ഏൽപ്പിക്കുക, കർത്താവ് എൻ്റെ മേലൊന്ന് നിറയ്ക്കണേ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ എന്നെ ഒന്ന് നയിക്കണേന്ന്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ ദൈവം പ്രത്യേകമായൊരു മണ്ഡലത്തിൽ മാറ്റാൻ കഴിയും ദൈവത്തിന്. അവിടെയാണ് ഉണർവാരംഭിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദി റിവൈവൽ വിൽ സ്റ്റാർട്ട് ഓവർ ദെയർ. അവിടെ ഒരു ഉണർവ് നടപ്പാൻ ഇടയായിത്തീരും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. വീണ്ടും നമ്മൾ ചിന്തിച്ചാൽ നാലാമത്തെ അടുത്ത കാര്യം, നമ്മൾ 4 കാര്യങ്ങൾ ചിന്തിച്ചു. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സ്തോത്രം. അക്നോളജ് യു നീഡ് ഫോർ എ റിവൈവൽ. ഒരു ഉണർവ് എനിക്ക് വേണമെന്ന് ഒരു ബോധ്യം, ഒരു താല്പര്യം. ഈ 4 കാര്യങ്ങൾ സംഭവിച്ചാൽ ഉണർവുണ്ടാകേണ്ടതിന് ആവശ്യമായ ഒരു കാര്യം ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തിരിച്ചറിയുക. ഈ തിരിച്ചറിവും ഈ ആവശ്യകതയും നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഉണർവിൻ്റെ പങ്കാളിയായി നമുക്ക് ഇരിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഒരു ഉണർവിൻ്റെ പങ്കാളിയായി നമുക്ക് ഇരിക്കാൻ കഴിയത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. നമുക്ക് ഉണരണമെന്ന് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നമുക്ക് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹിക്കുന്നവരെയാ ദൈവം ഉണർത്തുന്നത്. ആവശ്യബോധമില്ലെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയാം, ഈ ഉണർവിനെ കുറിച്ചൊരാവശ്യം, താല്പര്യം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ 100 ഉണർവിൻ്റെ പ്രസംഗം കേട്ടാലും യാതൊരു പ്രയോജനമില്ല. എന്നാൽ അകത്തളത്ത് കർത്താവേ, ഈ കാലഘട്ടത്തിൽ ഒന്ന് ഉണരാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്കൊന്ന് ഉണരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നിന്നെ ഉണർവിൻ്റെ പാർട്ടായി മാറ്റാൻ ദൈവത്തിന് കഴിയും. 85-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം വായിച്ചേ. നമ്മൾ വായിക്കുന്ന ഭാഗമാണ്. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? അവിടെ ശ്രദ്ധിച്ചേ. അവിടെ സ്തോത്രം പറഞ്ഞിരിക്കുന്ന കാര്യം, ആ ഭക്തിൻ്റെ ആഗ്രഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ ആഗ്രഹം? നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്നുള്ളതായ അവൻ്റെ ആഗ്രഹത്തെ നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഉണർവിൻ്റെ പാട്ടാകണമെങ്കിൽ, ഉണർവിൽ നമുക്ക് ആയിത്തീരണമെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം നമുക്കതിനോടുള്ളതായ ഒരു താല്പര്യമാണ്. ആ താല്പര്യം അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വേർഡ്സിലാണ്, വാക്യമായി ഞാൻ നോക്കുന്നത്. സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പോൾ ആവശ്യബോധത്തോടെ വന്നവരെ ഉണർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആവശ്യബോധത്തോടെ വന്നവരെ നമ്മുടെ ദൈവം ഉണർത്തുവാൻ ഇടയായിത്തീരുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ ഉണർവെന്ന് പറയുന്നത് നമ്മൾ കൂടി വരുന്നത് കൊണ്ടോ കുറച്ചു നേരം ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചത് കൊണ്ടോ ഒന്നും ലഭിക്കുന്നതല്ല. അതിനേക്കാൾ ഉപരി, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് വലിയൊരു താല്പര്യവും ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഉണർവിനൊരു താല്പര്യം, അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. താല്പര്യം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ താല്പര്യം ഉണ്ടാകണം, അതിന് ആഗ്രഹം വേണം. സ്തോത്രം. ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ
നമ്മെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. തിരുവചനം പഠിച്ചാൽ സ്തോത്രം, ഏത് ഉണർവിൻ്റെയും പിന്നിൽ ചുക്കാൻ പിടിച്ചത് അതിനുവേണ്ടി ആഗ്രഹിച്ച ചില ഭക്തന്മാരെയാ. സ്തോത്രം. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഉണർവിനെ കുറിച്ച് നമ്മൾ ചിന്തിപ്പനിടയായി. ഇനി രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് ദ കോർപ്പറേറ്റ് റിവൈവലാണ്. സ്തോത്രം. കോർപ്പറേറ്റ് റിവൈവൽ, അതിനെക്കുറിച്ചുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. ഏത് ഉണർവും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി കാണും, ഉണർത്തപ്പെട്ട ഒരു വ്യക്തി കാണും. ഏത് ഉണർവിൻ്റെയും പിന്നിൽ ഉണർത്തപ്പെട്ട ഒരു വ്യക്തി കാണും. സ്തോത്രം. അപ്പോൾ ഈ ഒരു ഉണർത്തപ്പെട്ട വ്യക്തിയിൽ കൂടിയാണ് രാജ്യത്തൊരു ഉണർവ് നടക്കുന്നത്, ദൈവസഭകളിൽ ഉണർവ് നടക്കുന്നത്, ദേശത്ത് ഉണർവ് നടക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു ഉണർവിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് റിവൈവലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് കാലഘട്ടത്തിലും അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി ഉണർവുകൾ രാജ്യത്തിൽ നടന്നിട്ടുണ്ട്. 1857 മുതൽ 1861 വരെ ലേമൺസ് റിവൈവൽ എന്ന് പറയുന്ന റിവൈവൽ D.L. മൂഡിയുടെ നേതൃത്വം നടപ്പാനിടയായി. അതിനുവേണ്ടി വില കൊടുത്തത് D.L. മൂഡിയാ, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വ്യക്തി. സ്തോത്രം. 1830 മുതൽ 1840 വരെ ചാൾസ് ഫിന്നിയുടെ നേതൃത്വത്തിൽ റിവൈവൽ അവേക്കനിങ് നടപ്പാനിടയായി. അതും അതിൻ്റെ പിന്നിൽ വില കൊടുക്കാൻ തയ്യാറായ ഒറ്റ വ്യക്തി. സ്തോത്രം. 1904 മുതൽ ഉണ്ടായ വലിയൊരു ഉണർവാ വെയിൽസിലെ ഉണർവ്, ഇവാൻ റോബർട്ട്സിന്റെ നേതൃത്വത്തിലുള്ള ഉണർവ്. 1906 ഉണ്ടായ ഗ്രേറ്റ് റിവൈവലാണ് അസൂസ സ്ട്രീറ്റിലുണ്ടായ പെന്തക്കോസ്റ്റ് പ്രസ്ഥാനത്തിന് ഉടളം കുറിച്ച ഒരു ഉണർവ്. അങ്ങനെ ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ പഠിച്ചാൽ ഉണർത്തപ്പെട്ട ചില വ്യക്തികളുണ്ട്. ചില വ്യക്തികൾ അവരാണ് ഇതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചത്. അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ ദൈവം മാറ്റിയെടുക്കും. സ്തോത്രം. ഏതാണ്ട് 1500കളിൽ സ്കോട്ട്ലാൻഡിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്, ജോൺ നോക്സ് എന്ന് പറയുന്ന ഒരു ഭക്തൻ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത വേദന നിമിത്തം അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്ന് അറിയുമോ? ഗോഡ് ഗീവ് മീ സ്കോട്ട്ലാൻഡ് ഓർ ഐ ഡൈ. കർത്താവേ, സ്കോട്ട്ലാൻഡിനെ എനിക്ക് തരിക, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും. സ്തോത്രം. അപ്പോൾ തൻ്റെ ഉള്ളിൽ ആ രാജ്യത്തിൻ്റെ ഉണർവിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതൊരു ഒരു 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 റൂഡ് പ്രയർ അല്ല, തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ വാഞ്ചയായിരുന്നു അവിടെ. തന്നെ അതിന് പ്രേരിപ്പിച്ച ഘടകം അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനയാണ്. റോമർക്കെഴുതിയ 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 10:1 തോന്നുന്നു. അവിടെ പറയുന്നുണ്ട്, പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ട്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയാണേ, രക്ഷിക്കപ്പെടണമെന്നുള്ളത് എന്റെ ഹൃദയവാഞ്ചയാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയാണ് ഈ സ്കോട്ട്ലാൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. പിൽക്കാലത്ത് സ്കോട്ട്ലാൻഡ് റിവൈവലിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ജോൺ നോക്സ്. സ്തോത്രം. അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം ജനിച്ച കാലഘട്ടം നല്ല സുഖകരമല്ലായിരുന്നു. അന്ന് രാജ്യം കത്തോലിക്കസിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം, പ്രൊട്ടസ്റ്റന്റുകാരെ കംപ്ലീറ്റ് ഓടിച്ചിട്ട് കൊല്ലുന്ന ഒരു സമയം. അന്ന് രാജ്യം ഭരിച്ചത് മേരി എന്ന് പറയുന്ന ഒരു ക്യൂന. അവളെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, ഞാൻ പറയുന്നില്ല. അത്രമാത്രം പീഡനത്തിൽ കൂടി കടന്നുപോയൊരു വ്യക്തിയാണ് ജോൺ നോക്സ്. അദ്ദേഹം ഇവിടെ നിന്ന് ജനീവയിലേക്ക് പോയി. അവിടെ ചില വർഷങ്ങൾ ചെലവഴിച്ചതിന് ശേഷം ഈ രാജ്യത്തേക്ക് മടങ്ങി വന്നിട്ട് ഇവർ മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത രാജ്യം കയറിയപ്പോൾ ഒരു ഉണർവിന് വേണ്ടി ചുക്കാൻ പിടിപ്പാൻ ദൈവം ഈ മനുഷ്യനെ ഉപയോഗിച്ചു. പിൽക്കാലത്ത് സ്കോട്ട്ലാൻഡ് റിവൈവലിന് വേണ്ടി ഉപയോഗിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം എന്താ? സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി. റിവൈവൽ, കോർപ്പറേറ്റ് റിവൈവൽ. എവിടെ ഒരു വ്യക്തി സമർപ്പിക്കപ്പെടുന്നു, അതൊരു വലിയ ഉണർവായി മാറ്റപ്പെടും. നമുക്കറിയാം 1904 വെയിൽസിലുണ്ടായ ഉണർവ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒറ്റ വ്യക്തി ആരാ? ഇവാൻ റോബർട്ട്സ്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് അവസാനം അദ്ദേഹം താല്പര്യപ്പെട്ടു ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ. ആ മീറ്റിങ്ങിൽ അദ്ദേഹം ശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അത് ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഇഫ് എനിവൺ ഹൂ വെർ അൺവില്ലിംഗ് ടു സബ്മിറ്റ് ടു ദ ഹോളി സ്പിരിറ്റ് should be free to leave this meeting. അദ്ദേഹം പറഞ്ഞതാ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ you are feel free to leave the meeting. This meeting exclusively for a revival. അവിടെ തുടങ്ങി
10-30 പേരേ ഉള്ളൂ. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ അറിയാമോ, പിറ്റേ ആഴ്ച മുതൽ ആൾക്കാർ ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങിയ. ജനം നിലവിളിച്ച കയറി വരുന്നത്, മാനസാന്തരപ്പെടുക. ഓരോ ദിവസവും കഴിയുന്തോറും ആയിരങ്ങൾ ആ ചെറിയ മീറ്റിങ്ങിലേക്ക് കയറുവാൻ തുടങ്ങി. എന്താ കാരണം? ഈ വലിയ വേർതിരിക്കപ്പെട്ട ഉണർത്തപ്പെട്ട ഒരു കൂട്ടം ജനം ഇരുന്ന് കരയാൻ തുടങ്ങിയപ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ ദേശത്തിന് ഇളക്കം സംഭവിച്ചു. അവിടെ സംഭവിച്ച റിവൈവലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പബ്ബുകൾ അടയ്ക്കാൻ തുടങ്ങി, സിനിമാശാലകൾ അടയ്ക്കാൻ തുടങ്ങി, സ്തോത്രം, കോർട്ടുകളിൽ കോർട്ട് വിധിക്കാൻ കേസ് ഇല്ലാതെ തുടങ്ങി, ജഡ്ജിമാരുടെ ജോലി നഷ്ടപ്പെടാൻ തുടങ്ങി. അതിൽ സംഭവിച്ചറിയാമോ? ആ രാജ്യത്ത് വലിയൊരു ഉണർവ് വിട്ട് പുറപ്പെടുവാൻ മുഖാന്തരമായത് വില കൊടുക്കാൻ തയ്യാറായ ഒരു ഇവാൻ റോബർട്ട്സാ. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്ത് ഉണർത്തപ്പെടാൻ ആഗ്രഹമുള്ള ചിലരെങ്കിലും ഉണ്ടെങ്കിൽ വേർതിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തുടങ്ങട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ പോസ്റ്റ്മോത്തിൽ, ഈ പട്ടണത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ഒരു ഉണർവിന്റെ ജ്വാല തുടങ്ങും. അത് പട്ടണങ്ങളിലേക്ക് വ്യാപിക്കും. Are you ready to be the part of the revival? കുഞ്ഞുങ്ങളെ ഞാൻ ചോദിക്കട്ടെ, are you ready to be part of the revival for the next generation? അടുത്ത തലമുറയിൽ ഒരു ഉണർവിന്റെ ചുക്കാൻ പിടിപ്പാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇതിനകത്തിരിക്കുന്ന എത്ര പേര് ഡെഡിക്കേറ്റ് ചെയ്യുക? കർത്താവേ, അടുത്ത തലമുറയിലെ അടുത്തൊരു ഉണർവിന്റെ പാട്ടാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന ദാഹമുള്ള എത്ര പേരുണ്ട്? പ്രായവ്യത്യാസം വിഷയമല്ലതേ, പ്രായവ്യത്യാസം വിഷയമല്ലതേ. If you want to part of the revival, submit yourselves. പറ, കർത്താവേ, എന്നെ ഈ ഉണർവിന്റെ ഒരു ജ്വാലയാക്കി മാറ്റണേ, അടുത്ത തലമുറയുടെ ഉണർവിന്റെ ഒരു പാട്ടാക്കി എന്നെ മാറ്റണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഞാൻ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന ഒരു ഉണർത്തപ്പെട്ട ഭക്തനെ ഒരു രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി, ഒരു ദേശത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവത്തിന് മാറ്റാൻ കഴിയുമെങ്കിൽ, I believe that you are going to be one among that. Do you want to be part of the revival? വെറുതെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കരുത്, വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കരുത്. കർത്താവേ, ഉണർവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കരുത്. But do you want to be part of the revival? ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ മുന്നമേ സമർപ്പിക്കപ്പെടണം, ഉണർത്തപ്പെടണം. ഉണർത്തപ്പെട്ടവൻ വേണം, ഹല്ലേലൂയ, ഉണർത്തപ്പെട്ട വ്യക്തി വേണം ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ നാം പ്രാർത്ഥിച്ചാൽ ഒരു ഉണർവ് ഉറപ്പെടും. ഈ കാലഘട്ടത്തിൽ ഞാൻ പറയട്ടെ, ഉണർവ് പോയിട്ടില്ല, ഉണർവ് കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഈ രാജ്യം കൈവിടപ്പെട്ടു പോയില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ നിർത്താൻ പോകുക. ഈ രാജ്യത്തിന്റെ കഥ കഴിഞ്ഞിട്ടില്ല, ഈ രാജ്യത്തിന്റെ ജ്വാല തീർന്നിട്ടില്ല. ഇപ്പോഴും വിളങ്ങുന്ന, ഇപ്പോഴും കത്തുന്ന ചില വിളക്കുകൾ അവിടെ ഇവിടെ ഉണ്ട്. അല്ല, ഇപ്പോഴും ജ്വലിക്കുന്ന ചില പ്രകാശങ്ങൾ അവിടെ ഇവിടെ ഉണ്ട്. നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് പകൽക്കാലം സമർപ്പിക്കപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ഈ രാജ്യം മടങ്ങി വരാം. ഒരു ഉണർവിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ ദൈവം നമ്മെ ഉപയോഗിക്കാം. ഇന്ന് പകൽക്കാലം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട്, കർത്താവേ, എനിക്ക് ആഗ്രഹമുണ്ട് ഈ രാജ്യത്തിന്റെ ഉണർവിന്റെ ഒരു പാട്ടായി മാറാൻ. എന്റെ തലമുറയെ ഉപയോഗിക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു പകൽക്കാലം? അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അല്ലയോ, ദൈവസഭയിൽ ഉണർവുണ്ടാകണമെങ്കിൽ ഓരോ വ്യക്തികളും ഉണർത്തപ്പെടണം. ദൈവസഭയിൽ ഉണർവുണ്ടാകണമെങ്കിൽ എല്ലാവരും പരസ്പരം ഐക്യതയിൽ, ആത്മാവിന്റെ ഐക്യതയിൽ ഒരുമിച്ച് വരണം. അല്ലേ, ദൈവസഭയിൽ ഉണർവുണ്ടാകണമെങ്കിൽ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. വെറുതെ ഉണർവുണ്ടാകത്തില്ല. ഉണർവെന്ന് പറയുന്നത് നീ വെറുതെ കൈയടിച്ച് അന്യഭാഷ പറയുന്നത് അല്ല പ്രിയ സഹോദര, നിന്റെ അകത്തളത്തിലുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനാ. അതില്ലാതെ നിന്റെ കൈയടി വെറുതെയാ. അകത്ത് ട്രാൻസ്ഫോർമേഷൻ നടക്കാതെ, അകത്ത് ഉണർവുണ്ടാകാതെ നിന്റെ അന്യഭാഷ വെറുതെയാ. ഞാൻ അതാ വിശ്വസിക്കുന്നേ. സ്തോത്രം. ആമേൻ. അകത്ത് ട്രാൻസ്ഫോർമേഷൻ വന്നാൽ, ഒരു ഉണർവ് നിന്നിൽ വന്നാൽ, ഞാൻ വിശ്വസിക്കുന്നു നിന്നെ ഒരു ഉണർവിന്റെ ജ്വാലയാക്കി, പാട്ടാക്കി എന്റെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. നീ വിചാരിക്കും നിന്നെ കൊള്ളത്തില്ലെന്ന്, നിനക്ക് വാക്ചാതുര്യമില്ലെന്ന്, നിനക്ക് കഴിവില്ലെന്ന്. എന്നാൽ ഒന്നുമില്ലാത്ത നിന്നെ ഒരു ഉണർവിന്റെ ജ്വാലയാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. Only things, submit yourself. ആത്മാവിന്റെ നടത്തതിന് വേണ്ടി ഏൽപ്പിക്കപ്പെടട്ടെ. ഒന്ന് കണ്ടുണര്, ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഉണർവിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ? ഉണർവിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടോ? ഒരു നിമിഷം എല്ലാ കണ്ണുകളും നടയട്ടെ.